സാംസങ്ങിൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സാംസങ് ഗാലക്സി A10S. സാംസങ് ഗാലക്സി A10 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി A10Sൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പറയേണ്ട കാര്യം, സാംസങ്ങിൻ്റെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റൊരു ഫോണാണ് സാംസങ് ഗാലക്സി M20. ആ സാംസങ് A10Sൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനൊക്കെ പറയുന്ന കൂട്ടത്തിൽ സാംസങ് ഗാലക്സി M20 എന്നുള്ള ഫോണുമായിട്ടുള്ള ചെറിയൊരു കമ്പാരിസണും കൂടി നടത്തുന്നതായിരിക്കും. സാംസങ് ഗാലക്സി A10S വരുന്നത് 6.2 ഇഞ്ച് HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. ഇൻഫിനിറ്റി വി ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് HD+ റെസൊല്യൂഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഫോണുകൾ ലഭിക്കാറുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫോണാണ്, അതുകൊണ്ട് വില കുറച്ച് കൂടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ്ങിൻ്റെ തന്നെ സാംസങ് M20 എന്നുള്ള ഫോണിൽ നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. സാംസങ് M20യും ഏകദേശം സാംസങ് A10Sൻ്റെ അതേ ഡിസൈനൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ സാംസങ് A10Sൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ mediatekൻ്റെ helio P22 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് helio P22 എന്നുള്ളത്. ഈ ഫോണിൻ്റെ 2GB റാം വെർഷൻ്റെ വില വരുന്നത് 9500 രൂപയും 3GB റാം വെർഷൻ്റെ വില വരുന്നത് 10500 രൂപയുമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര നല്ലൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അത്രയേ ഉള്ളൂ. പിന്നെ മറ്റു ബ്രാൻഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ മാക്സിമം ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിൽ helio P22 എന്നുള്ള പ്രോസസ്സറിൻ്റെ 3GB റാം വെർഷൻ നമുക്ക് ലഭിക്കാറുണ്ട്. മാത്രമല്ല 8000 രൂപയ്ക്ക് നമുക്ക് helio P60 പ്രോസസ്സർ വരെ ലഭിക്കുന്നുണ്ട്. ചിലവർ പറയും ഇത് സാംസങ്ങിൻ്റെ ഫോണാണ്, മറ്റു ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചിലവരുടെ ബഡ്ജറ്റ് എന്നുള്ളത് വളരെ ഫിക്സഡ് ആയിരിക്കും. ചിലപ്പോൾ അവർ ഹെവി യൂസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെവി ഗെയിമേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അവർ കൊടുക്കുന്ന പൈസക്ക് മാക്സിമം പെർഫോമൻസ് ആയിരിക്കും ആവശ്യം. ബ്രാൻഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫോണിനെ മറ്റു ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ മറ്റു ഫോണുകളെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് M20 എന്നുള്ള ഫോൺ വരുന്നുണ്ട്. ഈ ഫോണിൽ Exynos 7904 എന്നുള്ള പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സറിൽ helio P20യുടെ അതേ ലെവലിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 2GB റാമാണ് ലഭിക്കുന്നത്. 3GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. രണ്ട് വെർഷൻസിലും നമുക്ക് 32GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള One UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് ഗാലക്സി A10ൽ നമുക്ക് പിന്നിലൊരു സിംഗിൾ ക്യാമറ ആയിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ A10Sൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാക്കി മാറ്റിയിട്ടുണ്ട്. 13 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. സാംസങ് ഗാലക്സി A10 എന്നുള്ള ഫോണിൽ 5 മെഗാപിക്സലിൻ്റെ ക്യാമറ ആയിരുന്നു ലഭിച്ചിരുന്നത്. പിന്നെ സാംസങ് ഗാലക്സി M20 എന്നുള്ള ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പിന്നിലൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 13+5 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ ക്യാമറ തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4000 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സാംസങ് M20യുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത് ഇവിടെയാണ്. സാംസങ് M20ൽ നമുക്ക് 5000 mAhൻ്റെ ബാറ്ററി ലഭിക്കുന്നുണ്ട്. കൂടെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 10000 രൂപയ്ക്ക് താഴെ നമുക്ക് 5000 mAhൻ്റെ ബാറ്ററി, അതും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടി. ഈ ഫോണിൻ്റെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ 2GB റാം 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 9499 രൂപയും 3GB റാം 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10499 രൂപയുമാണ്. ഓഗസ്റ്റ് 28 മുതൽ ഓൺലൈൻ സ്റ്റോർ വഴിയും അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറുകൾ വഴിയും നമുക്ക് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. പിന്നെ സാംസങ് M20യുടെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 3GB റാം വെർഷൻ്റെ വില വരുന്നത് 10000 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ 3GB റാം വെർഷനേക്കാൾ ഒരു 500 രൂപ കുറവാണ്. അപ്പോൾ സാംസങ് ഗാലക്സി A10Sനെ പറ്റിയിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി A10നെ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഒരു അപ്ഗ്രേഡാണ്. പക്ഷേ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് ഗാലക്സി M20 എന്നുള്ള ഫോൺ വരുന്നുണ്ട്. ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനുമായിട്ട്. ഇനി നിങ്ങൾക്ക് മറ്റ് ബ്രാൻഡുകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് വരുന്നുണ്ട്.